പിന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, നിങ്ങളുടെ യോഗ ക്ലാസ്സിനുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണെന്ന്. സന്തോഷമില്ലേ അതറിഞ്ഞപ്പോൾ? അത്ര സന്തോഷമില്ലല്ലോ, എന്തോ ഒരു എനർജി ഇല്ലാത്തത്. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല ആരും. സന്തോഷമില്ലേ? ഇന്ന് നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ് തരുന്നത്? ചൈതന്യ ഹെർബൽസിൻ്റെ MD ആയ അജികുമാർ സാറാണ്. അപ്പോൾ സാറിനൊരു കയ്യടി കൊടുത്ത എല്ലാവരും. യോഗയുടെ ഒരു വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇന്ന് വന്നു നിൽക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ യോഗയ്ക്ക് ഒരുപാട് പ്രാധാന്യം ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് നൽകി വരും. ഇന്നത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ എല്ലാവരുടെയും ഒരു ഇതിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. യോഗ എന്നുള്ള ഒരു കൺസെപ്റ്റ് എല്ലാ ജനങ്ങളിലും എത്തിക്കുക എന്നുള്ളത് ഒരു ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു തീരുമാനമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ അത് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയും കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ സന്തോഷപൂർവ്വം ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് യോഗ പറഞ്ഞു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മുടെ ഭാഗത്ത് ഉണ്ടായത് യോഗ യൂണിഫോം. നമ്മുടെ മക്കളുടെ സിറ്റുവേഷൻസൊക്കെ എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന മക്കളാണ്. അപ്പം യോഗ യൂണിഫോം എന്തായാലും അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ നമുക്ക് പിന്നെ ഒരു മാർഗം സ്പോൺസറെ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ ഞാനും ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ നമ്മുടെ ചൈതന്യ ഹെർബൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് യോഗ യൂണിഫോം ഉടനെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി. ഇതിൽ ഏറ്റവും നന്ദി പറയേണ്ടത് നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് യോഗ യൂണിഫോം സ്പോൺസർ ചെയ്ത ചൈതന്യ ഹെർബൽസ് MD അജികുമാർ സാറിനാണ്. സാറിനെ നമ്മുടെ ഈ വേദിയിൽ ആദരിക്കുന്നതിനായി പരമ്പരാഗത ആയുർവേദത്തിൻ്റെ തലമുറക്കാരനും കൂടിയാണ് നമ്മുടെ അജിച്ചേട്ടനെ ആദരിക്കുന്നതിലേക്കായി പ്രശസ്ത സിനിമാ താരം ദിനേശ് പണിക്കർ സാറിനെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു പുണ്യ മനസ്സിനാണ് അദ്ദേഹം. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ നാട്ടുകാരനാണ്, തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം. നരുവാമൂടാണ് താമസിക്കുന്നത്. ചൈതന്യ എന്ന് പറയുന്ന ഹെർബൽസിൻ്റെ ഓണറാണ്, MD ആണ് അദ്ദേഹം. ഈ സ്കൂളിന് വേണ്ടി നല്ലൊരു പുണ്യപ്രവർത്തനം ചെയ്തതായിട്ട് ഞാനിന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിനും എൻ്റെ ഇന്നത്തെ ദിവസം ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുന്നു. യൂണിഫോമിൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കുകയും അതിന് വളരെ താമസമില്ലാതെ തന്നെ അതിനെന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയും യൂണിഫോമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ കളർ സെലക്ഷൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് ക്രോഡീകരിച്ച് നമ്മൾ അത് യൂണിഫോം റെഡിയാക്കുകയും ചെയ്തു. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ നല്ല ഒരു കാര്യം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ചൈതന്യ ഹെർബൽസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രവർത്തകരുടെയും ഇതുകൊണ്ടാണ് ഇത് നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം, ഈ കുഞ്ഞു കുട്ടികൾക്ക് ഈ പ്രായത്തിൽ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം നിങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അദ്ദേഹം നമ്മുടെ 70 കുട്ടികൾക്ക് വളരെ ഭംഗിയിലുള്ള യോഗ യൂണിഫോം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. നമുക്ക് ഇന്നത്തെ ദിവസം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ഇൻഡിപെൻഡൻസ് കിട്ടാൻ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി അധ്വാനിച്ചവർ, നമുക്ക് വേണ്ടി ത്യജിച്ചവർ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഇന്നത്തെ ദിവസം നമ്മൾ ഓർക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വേഷങ്ങളെല്ലാം കിട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. വേദിയിലേക്ക് ക്ഷണിച്ചതിന് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. സാറ് പറഞ്ഞതുപോലെ ഓരോ മൊമെൻറ്റും കുഞ്ഞുങ്ങളെ നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക. നമുക്കെല്ലാം നേടാൻ പറ്റും. ചില ആളുകൾ മാത്രമാണ് ഈ നേടിയത് കുറച്ചെങ്കിലും മറ്റുള്ളവർക്കായിട്ട് കൊടുക്കാനുള്ളൊരു മനസ്സ്. അതെല്ലാവർക്കും ചിലപ്പോൾ ഈശ്വരൻ കൊടുത്തു എന്നിരിക്കില്ല. അപ്പോൾ അതിന് ആ ഒരു വലിയ മനസ്സിനുടമയാണ് അജികുമാർ സാറും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും. അപ്പോൾ അവർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഇവിടുത്തെ PTA പ്രസിഡൻ്റായ അരുണയ്ക്കും
ഇവിടുത്തെ സ്കൂൾ അതോറിറ്റീസ് എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സിനും ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനും കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. സ്ഥിരം പമ്പിലൊക്കെ പോകുമ്പോൾ പെട്രോളും ഡീസലും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി അനൗൺസ്മെന്റ് കേൾക്കാറുണ്ട്. അതായത് പെട്രോൾ 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 പെട്രോൾ, ഡീസൽ ഡീസൽ. ഇത് നമ്മുടെ ഷീലാമ്മയും KP ഉമ്മറും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. പെട്രോൾ പെട്രോൾ പെട്രോൾ, ഡീസൽ ഡീസൽ ഡീസൽ. പരമ്പരാഗത ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം ചൈതന്യ ഹെർബൽസ്, ദ പവർ ഓഫ് ആയുർവേദ.